ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ ഇൻഓർഗാനിക് പോളിമേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും +2 ക്ലാസ്സുകൾ മുതൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ് പോളിമർ എന്നും എന്താണ് പോളിമറൈസേഷൻ എന്നും. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുള്ള പോളിമേഴ്സ് ഒക്കെയും കാർബണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പോളിമേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്കെലിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കാർബൺ ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഇൻഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് കാർബൺ അല്ലാത്ത വേറെയുള്ള ഏത് എലമെന്റ് വന്നാലും അതിനെ നമ്മൾ ഇൻഓർഗാനിക് പോളിമേഴ്സ് എന്ന് വിളിക്കും. അതായത് കാർബൺ അല്ലാത്ത മോണോമറിക് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഇൻഓർഗാനിക് പോളിമേഴ്സ്. Inorganic polymers are polymers which are produced from repeat units which contain chemical elements other than carbon. പക്ഷേ കാർബൺ അതിന്റെ സ്കെലിറ്റൽ സ്ട്രക്ചറിൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ സൈഡ് ചെയിൻ ആയിട്ടും ബ്രാഞ്ചസ് ആയിട്ടൊക്കെ എന്ത് വരാം, കാർബൺ കണ്ടെയ്നിങ് ഗ്രൂപ്പ്സ് വരാം. ഇൻഓർഗാനിക് പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് മൈക്ക, സിലിക്ക, സിലിക്കേറ്റ്സ്, ഫോസ്ഫസീൻസ്, സിയോലൈറ്റ്സ്, സിലിക്കോൺസ് എക്സെട്ര. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് സിലിക്കേറ്റ്സിനെ കുറിച്ചാണെങ്കിലും ഫോസ്ഫസീൻ ആണെങ്കിലും സിയോലൈറ്റ്സ് ആണെങ്കിലും സിലിക്കോൺസ് ആണെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് ഇൻഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമേഴ്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റിപ്പീറ്റ് യൂണിറ്റ്സ് വിച്ച് കണ്ടെയ്ൻ കെമിക്കൽ എലമെന്റ്സ് അതർ ദാൻ കാർബൺ. കാർബൺ അല്ലാത്ത കെമിക്കൽ എലമെന്റ്സ് മോണോമേഴ്സ് ആയിട്ട് വരുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഓർഗാനിക് പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻഓർഗാനിക് പോളിമേഴ്സിലെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതിലുള്ളതാണ് സിലിക്കോൺസ്. സിലിക്കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിലിക്കൺസ് എന്നല്ല വായിക്കേണ്ടത്, ഇത് സിലിക്കോൺസ് എന്നാണ് വായിക്കേണ്ടത്. സിലിക്കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സിന്തറ്റിക് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. സിന്തറ്റിക് ആണ്, ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ്. ഓർഗാനിക് പാർട്ട് ഉണ്ട്. അതിന്റെ സ്കെലിറ്റൽ സ്ട്രക്ചറിലെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. സിലിക്കോൺസ് ആർ സിന്തറ്റിക് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് and the repeating unit is R2SiO. R2SiO താഴെയുള്ള പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും R2SiO. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ടേംസ് എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തിരിക്കുന്നതാണ് ഇതിന്റെ മോണോമർ യൂണിറ്റ്. അവിടുത്തെ റിപ്പീറ്റിംഗ് യൂണിറ്റ് R2SiO ആണ്. SiO-Si ലിങ്കേജ് ആണ് ഉണ്ടാവുക. ഇതിന് SiO-Si ലിങ്കേജ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ അടുത്ത യൂണിറ്റ് എഴുതുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ ഒരു സിലിക്കൺ ആയിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോ സിലിക്കൺ ആയിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ അടുത്ത മോണോമർ യൂണിറ്റ് സിലിക്കൺ ആയിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതിങ്ങനെ SiO-Si ലിങ്കേജസ് ആണ് ഈ സിലിക്കോൺസിൽ ഉണ്ടാവുന്നത്. പറഞ്ഞത് ദേ ആർ സിന്തറ്റിക് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. ഓർഗാനോ സിലിക്കൺ എന്ന് പറയാൻ കാരണം ഈ R ഗ്രൂപ്പ് ആൽക്കൈലാവാം അറയിലാവാം. R എന്ന് പറയുന്നത് ആൽക്കൈലാവാം അറയിലാവാം. അതുകൊണ്ടാണ് ഇതിൽ ഓർഗാനിക് പാർട്ട് വരുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് R2SiO ആണ്. സിലിക്കൺ ഓക്സിഡൻ സിലിക്കൺ ലിങ്കേജ് ആണ് സിലിക്കോൺസിൽ ഉള്ളത്. ഇത്രയാണ് സിലിക്കോൺസ്. സിലിക്കോൺസിന്റെ പ്രിപ്പറേഷൻ ആണ് ഇനി പറയാനുള്ളത്. സിലിക്കോൺസിന്റെ പ്രിപ്പറേഷനിലെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡൈആൽക്കൈൽ ഓർ ഡൈഅറൈൽ ക്ലോറോസിലെയിൻസ്. ഡൈആൽക്കൈൽ ഓർ ഡൈഅറൈൽ ക്ലോറോസിലെയിൻസ് R2SiCl2. ഇങ്ങനെയാണ് നമ്മൾ ഡൈആൽക്കൈൽ. ഈ R എന്ന് പറയുന്നത് ആൽക്കൈലാവാം അറയിലാവാം. R2 മീൻസ് ഡൈആൽക്കൈൽ ഓർ ഡൈഅറൈൽസ് ക്ലോറോസിലെയിൻസ്. R2SiCl2 ൽ നിന്നാണ് സിലിക്കോൺസ് പ്രിപ്പയർ ചെയ്യുന്നത്. This
R2SiCl2 എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈൽ ക്ലോറൈഡിനെ അല്ലെങ്കിൽ അറൈൽ ക്ലോറൈഡിനെ ഏതുമാവാം, ആർ മേ ബി ആൽക്കൈൽ ഓർ അറൈൽ, therefore ആൽക്കൈൽ ക്ലോറൈഡിനെയോ അറൈൽ ക്ലോറൈഡിനെയോ സിലിക്കണുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്, എക്സാമ്പിൾ കോപ്പർ. അതായത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചറിൽ ആൽക്കൈൽ ക്ലോറൈഡിനെ സിലിക്കണുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, R2SiCl2 ലഭിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് R2SiCl2 അല്ലെങ്കിൽ ഡൈ ആൽക്കൈൽ ഓർ ഡൈ അറൈൽ ക്ലോറോസിലെയിൻസിൽ നിന്നുമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സിലിക്കോൺസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ ഡൈ ആൽക്കൈൽ ഓർ ഡൈ അറൈൽ ക്ലോറോസിലെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡിനെയോ അറൈൽ ക്ലോറൈഡിനെയോ അല്ലെ, അതായത് RClനെ സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് എ മെറ്റൽ കാറ്റലിസ്റ്റ്. കോപ്പർ പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് എ മെറ്റൽ കാറ്റലിസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, that temperature is 573 Kelvin. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹൈ ടെമ്പറേച്ചറിൽ 573 കെൽവിൻ ടെമ്പറേച്ചറിൽ ആൽക്കൈൽ ക്ലോറൈഡിനെ സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഡൈ ആൽക്കൈൽ ക്ലോറോസിലെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഡൈ ആൽക്കൈൽ ക്ലോറോസിലെയിൻസിൽ നിന്നുമാണ് നമ്മൾ സിലിക്കോൺസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ ആൽക്കൈൽ ക്ലോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു കോപ്പർ പൗഡറിന്റെ പ്രസൻസിൽ 573 കെൽവിൻ ടെമ്പറേച്ചറിൽ നമുക്ക് R2SiCl2. ഈ ആറിന്റെ സ്ഥാനത്ത് നമ്മൾ ആറിന് പകരം CH3 ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡൈമീഥൈൽ ക്ലോറോസിലെയിൻ ആയിരിക്കും. ഡൈമീഥൈൽ ക്ലോറോസിലെയിൻ. ഓക്കെ. ഇനി ഈ ഡൈ ആൽക്കൈൽ ക്ലോറോസിലെയിൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിച്ചിട്ടാണ് നമ്മൾ സിലനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഡൈ ആൽക്കൈൽ ക്ലോറോസിലെയിൻസിനെ വാട്ടറുമായിട്ട്, അതായത് ഹൈഡ്രോളിസിസ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലനോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. സിലനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള രണ്ട് ക്ലോറിനെയും വാട്ടർ മോളിക്യൂളിൽ നിന്ന് OH വന്നിട്ട് റീപ്ലേസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് സിലനോൾ. എന്നിട്ട് HCl റിമൂവ് ചെയ്യുന്നു. അപ്പോ ഡൈ ആൽക്കൈൽ ക്ലോറോസിലെയിൻസിനെ എന്താക്കി മാറ്റുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, സിലനോൾസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സിലനോൾസിന് ഇന്റർമോളിക്കുലാർ പോളി കണ്ടൻസേഷൻ നടന്നിട്ടാണ് നമുക്ക് സിലിക്കോൺസ് ലഭിക്കുന്നത്. അതായത് വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് സിലനോൾസിന് എന്ത് സംഭവിക്കുന്നു, ഇന്റർമോളിക്കുലാർ പോളി കണ്ടൻസേഷൻ നടക്കുന്നു. അപ്പൊ ഒന്നുകൂടി നമ്മൾ സിലിക്കോൺസിന്റെ പ്രിപ്പറേഷൻ പറയാം. ആദ്യം നമ്മള് RCl ആൽക്കൈൽ ക്ലോറൈഡിനെയോ അല്ലെങ്കിൽ അറൈൽ ക്ലോറൈഡിനെയോ സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് മെറ്റൽ കാറ്റലിസ്റ്റ് അറ്റ് 573 കെൽവിൻ ടെമ്പറേച്ചർ. വി ഗെറ്റ് dialkyl or diaryl chlorosilanes. These dialkyl or diaryl chlorosilanes on reacting with the water or undergo hydrolysis to form silanols. These silanols undergo intermolecular polycondensation to form silicones with elimination of water. Questions ഒക്കെ എഴുതി പഠിക്കുക. ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ഡൈമീഥൈൽ ഡൈക്ലോറോസിലെയിൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഡൈമീഥൈൽ ഡൈക്ലോറോസിലെയിൻ R2SiCl2ല് ആറിന് പകരം നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൈമീഥൈൽ ഡൈക്ലോറോസിലെയിൻ ലഭിക്കുന്നത്. ഈ ഡൈമീഥൈൽ ഡൈക്ലോറോസിലെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഇന്റർമോളിക്കുലർ പോളികണ്ടൻസ്, അതായത് അതിനെ സിലനോൾ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ സിലനോളിന് ഇന്റർമോളിക്കുലർ പോളികണ്ടൻസേഷൻ നടന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സ് കിട്ടുന്നു. OH ഗ്രൂപ്പ് രണ്ട് സൈഡിലും എന്തുണ്ടായിരിക്കും, OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഈ OH ഗ്രൂപ്പ്
ഈ OH ഗ്രൂപ്പ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും ഇവിടെ എന്ത് നടത്താം, ചെയിൻ ലെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഹൈഡ്രജനെ മാറ്റി റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും ഒരു സിലിക്കൺ CH3 ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് വെറുതെ ആഡ് ചെയ്യില്ല, നമ്മൾ റിയാക്ഷൻ നടത്തിയിട്ടാണ് ഈ ചെയിനിന്റെ ലെങ്ത് കൂട്ടുന്നത്. ഇനി നമ്മൾ ഈ ഹൈഡ്രോളിസിസ് നടത്തുന്നത് കൺട്രോൾഡ് കണ്ടീഷൻസിലാണെങ്കിൽ നമുക്ക് ഈ ലീനിയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സിന് പകരം നമുക്ക് ലഭിക്കുക സൈക്ലിക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അങ്ങനെ ലഭിക്കുന്ന സൈക്ലിക് സ്ട്രക്ചർ ആണ് ട്രിസൈക്ലോഡൈമീഥൈൽ സിലോക്സെയിൻ. ട്രിസൈക്ലോഡൈമീഥൈൽ സിലോക്സെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സിലിക്കൺ ഉണ്ട് ഇവിടെ, 3 ഓക്സിജൻ ഉണ്ട് ഇവിടെ. അതാണ് ട്രൈമർ ആണ് ലഭിക്കുന്നത്. അതുപോലെ വേറൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണ് ടെട്രാമർ. ടെട്രാക്കേസ് സൈക്ലോഡൈമീഥൈൽ സിലോക്സെയിൻ എന്നാണ് അതിന്റെ പേര്. നമ്മൾ നടത്തുന്ന ഹൈഡ്രോളിസിസ് കൺട്രോൾഡ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റ് ആണ് സൈക്ലിക് സ്ട്രക്ചേഴ്സ്. ഇനി ഈ സ്ട്രെയിറ്റ് ചെയിൻ ഗ്രോത്ത് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് CH3 thrice SiCl2 നമ്മളെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള CH3 twice SiCl2ലേക്ക് ആഡ് ചെയ്തിട്ടാണ്. സാധാരണ നമ്മൾ ഈ CH3 twice SiCl2 വെച്ചിട്ട് പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഈ രണ്ട് എൻഡിലും ഓരോ OH ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും OH ഗ്രൂപ്പിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും സിലിക്കൺ വരുമ്പോഴാണ് നമുക്ക് ഈ ചെയിനിന്റെ ലെങ്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകാൻ പറ്റുക. എന്നാൽ അവിടെ ഈ CH3 twice SiCl2ന് പകരം നമ്മൾ അതിലേക്ക് CH3 thrice SiCl2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ OH ഗ്രൂപ്പ് വരുന്ന പൊസിഷനിൽ CH3 ആയിരിക്കും വരുന്നുണ്ടാവുക. CH3 ഒരു തവണ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫർദർ അഡീഷൻ നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ചെയിനിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ CH3 twice SiCl2ലേക്ക് CH3 thrice SiCl പ്രിപ്പറേഷന്റെ സമയത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെയിൻ ലെങ്ത് വേണോ അത്രയും ഡിസൈറബിൾ ആയിട്ടുള്ള ചെയിൻ ലെങ്ത്തിലുള്ള പോളിമർ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഒരു CH3 thrice SiCl ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ പോളിമർ ചെയിനിന്റെ ഒരറ്റം എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ആവുന്നു. അടുത്ത CH3 thrice SiCl ആഡ് ചെയ്യുമ്പോൾ ഈ പോളിമർ ചെയിനിന്റെ ഈ അറ്റം, അതിന്റെ രണ്ടാമത്തെ അറ്റം എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ആവുന്നു. ഇങ്ങനെ രണ്ടറ്റവും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് ഫർദർ അഡീഷൻ നടക്കില്ല. ഇനി നമ്മള് ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കൈൽ ട്രൈക്ലോറോസിലെയിൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും, ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ലഭിക്കും. അതായത് R2SiCl2ന് പകരം RSiCl3 മീഥൈൽ ക്ലോറോസിലെയിൻ എന്നാണ് ഒരു എക്സാമ്പിൾ. ആറിന് പകരം CH3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മീഥൈൽ ക്ലോറോസിലെയിൻ എന്ന് വിളിക്കും. RSiCl3 CH3 SiCl3നെയാണ് മീഥൈൽ ക്ലോറോസിലെയിൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് ക്രോസ് ലിങ്ക്ഡ് പോൾ. അടുത്തത് ടൈപ്സ് ഓഫ് സിലിക്കോൺസ് ആണ്. ചെയിൻ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ട് സിലിക്കോൺസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സിലിക്കൺ ഫ്ലൂയിഡ്സ്, 2 സിലിക്കൺ എലാസ്റ്റോമേഴ്സ് അല്ലെങ്കിൽ സിലിക്കൺ റബ്ബേഴ്സ്, 3 സിലിക്കൺ റെസിൻസ്. ചെയിൻ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സിലിക്കൺ ഫ്ലൂയിഡ്സ്. സിലിക്കൺ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are mixtures of straight chain polymers of 20 to 500 units and cyclic tetramers. 20 മുതൽ 500 യൂണിറ്റ്സ് മോണോമേഴ്സ് വരുന്ന സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സിന്റെ മിക്സ്ചർ ആണ് സിലിക്കൺ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ സൈക്ലിക് ടെട്രാമേഴ്സ്. സൈക്ലിക് ടെട്രാമേഴ്സും അതിലുണ്ടാവും. ഇപ്പോ ഈ 20 മുതൽ 500 വരെയുള്ള മോണോമർ യൂണിറ്റ്സ് ആണ്, അതിന്റെ ഒരു മിക്സ്ചർ ആയിരിക്കും സിലിക്കൺ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഇനി സിലിക്കൺ ഫ്ലൂയിഡ്സിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ they have
വേരിയിങ് ബോയിലിംഗ് പോയിന്റ്സ് ആൻഡ് വിസ്കോസിറ്റീസ്. കാരണം നമ്മൾ പറഞ്ഞു 20 മുതൽ 500 മോണോമർ യൂണിറ്റ്സ് ആണ് അതിനുണ്ടാവുക. അപ്പൊ ഇതില് 20 മോണോമർ യൂണിറ്റ്സ് ഉള്ള പോളിമറിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കില്ല 100 മോണോമർ യൂണിറ്റ്സ് ഉള്ള പോളിമറിന്റെ ബോയിലിംഗ് പോയിന്റ്. അതുപോലെ തന്നെയാണ് വിസ്കോസിറ്റിയും. അതിൽ മോണോമർ യൂണിറ്റ്സിന്റെ എണ്ണം കൂടുന്തോറും അതിന്റെ ബോയിലിംഗ് പോയിന്റും അതുപോലെ വിസ്കോസിറ്റിയും എന്ത് ചെയ്യുന്നു, കൂടുന്നു. കാരണം മോണോമർ യൂണിറ്റ്സിന്റെ എണ്ണം കൂടുമ്പോൾ ചെയിൻ ലെങ്ത് കൂടുന്നു. ചെയിൻ ലെങ്ത് കൂടുമ്പോൾ വിസ്കോസിറ്റിയും അതുപോലെ ബോയിലിംഗ് പോയിന്റും എല്ലാം. അപ്പോ ഈ ബോയിലിംഗ് പോയിന്റും വിസ്കോസിറ്റിയും ഓരോ മോണോമർ യൂണിറ്റ്സിന്റെ എണ്ണം കൂടുന്തോറും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ബോയിലിംഗ് പോയിന്റിലും വിസ്കോസിറ്റിയിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിലിക്കൺ ഫ്ലൂയിഡ്സ് ലഭിക്കുക വാട്ടറി ലിക്വിഡ്സ് മുതൽ വിസ്കസ് ഓയിൽസ് വരെയുള്ള സിലിക്കൺ ഫ്ലൂയിഡ്സ് ആയിരിക്കും ലഭിക്കുക. ഗ്രീസിന്റെ പോലെ, ഗ്രീസ് നല്ല വിസ്കോസിറ്റി കൂടിയതാണ്. വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിസ്കോസിറ്റി കുറഞ്ഞ വാട്ടറി ലിക്വിഡ്സ്, വാട്ടർ പോലെ വിസ്കോസിറ്റി നല്ലോണം കുറഞ്ഞ വാട്ടറി ലിക്വിഡ്സ് മുതൽ വിസ്കോസിറ്റി കൂടിയ ഗ്രീസ് വരെയുള്ള സംഭവങ്ങൾ നമുക്ക് സിലിക്കൺ ഫ്ലൂയിഡ്സ് എന്ന് കിട്ടും. അപ്പൊ സിലിക്കൺ ഫ്ലൂയിഡ്സിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട 3 പോയിന്റ്സ് ആണ് 20 to 500 യൂണിറ്റ്സ് ഉള്ള സ്ട്രേറ്റ് ചെയിൻ പോളിമേഴ്സും സൈക്ലിക് ടെട്രാമേഴ്സിന്റെ ഒക്കെ മിക്സ്ചർ ആണ് സിലിക്കൺ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. കൂടാതെ അതിന് വാരിയിങ് ബോയിലിംഗ് പോയിന്റ്സ് ആൻഡ് വിസ്കോസിറ്റീസ് ആയിരിക്കും. കാരണം ബോയിലിംഗ് പോയിന്റും വിസ്കോസിറ്റിയും അതിന്റെ ചെയിൻ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. നമുക്ക് വാട്ടറി ലിക്വിഡ്സ് മുതൽ വിസ്കസ് ഓയിൽസും ഗ്രീസും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇതാണ് സിലിക്കൺ ഫ്ലൂയിഡ്സ്. ഇനി സിലിക്കൺ എലാസ്റ്റോമേഴ്സ് അല്ലെങ്കിൽ സിലിക്കൺ റബ്ബേഴ്സ്. ഈ സിലിക്കൺ എലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഹൈ മോളിക്കുലർ വെയിറ്റ് ലീനിയർ പോളിമേഴ്സ്. അതിന് പോളിഡൈമീഥൈൽ സിലോക്സൈൻസ്, ഹൈ മോളിക്കുലർ വെയിറ്റ് ലീനിയർ പോളിമേഴ്സ്. ഹൈ മോളിക്കുലർ വെയിറ്റ് ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ 6000 to 6 lakh സിലിക്കൺ യൂണിറ്റ്സ് ആണ് ചെയിൻ ലെങ്ത് എന്ന് പറയുന്നത്. 6000 to 6 lakh സിലിക്കൺ യൂണിറ്റ്സ് ആണ് നമുക്ക് അതിലുണ്ടായിരിക്കുക. അത്രയും, അതായത് സിലിക്കൺ ഫ്ലൂയിഡ്സിൽ 20 to 500 ആണെങ്കിൽ അപ്പൊ നിങ്ങൾ ഇതിന്റെ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കുക. 6000 to 6 lakh സിലിക്കൺ യൂണിറ്റ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പൊ ഇതിന്റെ സൈസ് എത്ര വലുതായിരിക്കും. അതുപോലെ റീൻഫോഴ്സ്ഡ് ബൈ ഫൈൻലി ഡിവൈഡഡ് ഫില്ലർ മെറ്റീരിയൽ ലൈക്ക് സിലിക്ക. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഫില്ലർ മെറ്റീരിയൽസ്, സിലിക്ക പോലെയുള്ള ഫില്ലർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റീൻഫോഴ്സ് ചെയ്യാം. അതുപോലെ വൾക്കനൈസേഷൻ നടത്താം. നമ്മൾ സാധാരണ സൾഫർ ഉപയോഗിച്ച്, റബ്ബറിൽ സൾഫർ ചേർത്ത് മാനുഫാക്ചർ ചെയ്യുന്നതിനാണ് നമ്മൾ വൾക്കനൈസേഷൻ എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ക്രോസ് ലിങ്കിങ്, പെറോക്സൈഡ് ഇനീഷ്യേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ക്രോസ് ലിങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, വൾക്കനൈസേഷൻ നടത്താം എന്നുള്ളതാണ് സിലിക്കൺ എലാസ്റ്റോമേഴ്സിന്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞത് ദേ ആർ ഹൈ മോളിക്കുലർ വെയിറ്റ് ലീനിയർ പോളിമേഴ്സ്. പോളിഡൈമീഥൈൽ സിലോക്സൈൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിന്റെ ചെയിൻ ലെങ്ത് എന്ന് പറയുന്നത് 6000 to 6 lakhs SI യൂണിറ്റ്സ് ആണ്. അതുപോലെ they are reinforced by finely divided filler material like silica and they are vulcanized for introducing cross links with the help of peroxide initiators. അപ്പൊ അതിന്റെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള എലാസ്റ്റോമേഴ്സിന് നമുക്ക് വൾക്കനൈസേഷൻ നടത്തിയിട്ട് ഉണ്ടാക്കാം. വൾക്കനൈസേഷൻ നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഇൻട്രൊഡ്യൂസിങ് ക്രോസ് ലിങ്ക്സ് വിത്ത് ഹെൽപ്പ് ഓഫ് പെറോക്സൈഡ് ഇനിഷ്യേറ്റേഴ്സ്. ഇതാണ് സിലിക്കൺ എലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിലിക്കൺ റെസിൻസ്. റെസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശയാണ്. പശ പോലെയുള്ള സിലിക്കോൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സിലിക്കോൺ റെസിൻസ് എന്ന് വിളിക്കുക. ദേ ആർ റെസിനുവസ് പോളിമേഴ്സ്. പശ പോലെയുള്ള പോളിമേഴ്സ് ആണ് സിലിക്കോൺ റെസിൻസ്. ആൻഡ് കണ്ടെയ്ൻ ഓൺലി വൺ ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൂവന്റ് ഓർ നൺ. ഒന്നുകിൽ ഒരു ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സിലിക്കോൺസ് ആണ് സിലിക്കോൺ റെസിൻസ് എന്ന് പറയുന്നത്. They are cross-linkable to harder and stiffer compounds than rubbers. റബ്ബറിനേക്കാളും ഹാർഡർ ആയിട്ടും സ്റ്റിഫർ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ നമുക്ക് ഇതിൽ നിന്നും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ക്രോസ് ലിങ്കബിൾ ആണ്. റബ്ബറിനേക്കാളും
ഹാർഡറും സ്റ്റിഫറുമായിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് ഇതിൽ നിന്നും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.